ലാളിത്യത്തിന്റെ രൂപമായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ തുടങ്ങിയത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക കമ്മിറ്റിയുടെ പ്രസിഡന്റായി തുടങ്ങി അദ്ദേഹം KPCCയുടെ വരെ പ്രസിഡന്റായി തറയിൽ ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അതിനെക്കുറിച്ച് പറയാൻ ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വേദനയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കാണുന്നത്. കാര്യം കഴിഞ്ഞ 90ാം ജന്മദിനം ഇവിടെ 2 ദിവസം നീണ്ടുന്ന ഒരു പരിപാടിയായിട്ട് ആഘോഷിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ലെങ്കിലും പ്രിയപ്പെട്ട നേതാവ്, നിങ്ങൾക്കൊക്കെ മാതൃകയാവുന്ന ഒരു നേതാവ്, ഞങ്ങളൊക്കെ വളരെ ഗുരുനാഥനായി കാണുന്ന ഒരു നേതാവാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഈ നാട്, ശൂരനാടെന്ന ഈ നാട് വളരെ സ്നേഹപൂർവ്വമാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലെ എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ തറവാട് അത്രയ്ക്കും സമർത്ഥമായ ഒരു വീട് തന്നെയായിരുന്നു. ഇവിടെ എല്ലാ കാര്യത്തിനും സാധാരണക്കാർ എപ്പോഴും ഓടി വരുന്ന ഒരു വീട്, അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു സാന്നിധ്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിലപാട്. ഇവിടെ വാർഡ് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം DCC പ്രസിഡന്റായി, KPCC പ്രസിഡന്റായി, അങ്ങനെ മുതിർന്ന നേതാവായി കേരളത്തിൽ അറിയപ്പെട്ട KPCC പ്രസിഡന്റ് ആയതിനു ശേഷവും തിരുവനന്തപുരത്ത് താമസമായപ്പോഴും ശൂരനാടെന്ന് പറയുന്ന അദ്ദേഹം ഏത് വേദിയിൽ പ്രസംഗിച്ചാലും സംസാരിക്കുമ്പോഴും ശൂരനാടിനെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ നാടിനോടുള്ള സ്നേഹമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴും ആ സംസാരം ഒന്ന് കേൾക്കാൻ ഞങ്ങളോട് വലിയ താല്പര്യം കാണിക്കുക, ശൂരനാടിലെ വിവരങ്ങൾ അറിയുന്നതിനും അദ്ദേഹം വളരെ സന്തോഷം കാണിക്കുമായിരുന്നു. ഈ നവതി ആഘോഷം എന്ന് പറയുന്നത് ഇവിടെ ആഘോഷിച്ചത് ഇവിടെ വലിയ പന്തലൊക്കെ. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തോരാതെ തെന്നലയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവിന്റെ കുടുംബ വീട്ടിലേക്ക് കൂടുതൽ ആളുകളൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നു. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.